ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു അടിപൊളി മത്തിക്കറി ഉണ്ടാക്കാൻ പോവാണ്. കപ്പയും മധുരക്കിഴങ്ങും പുഴുങ്ങി അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി, വെളുത്തുള്ളി ഒരു 12 അല്ലി, ഇത് പച്ചമുളക്, വെള്ളക്കാന്താരിയുണ്ട്, കർണംപൊട്ടി എന്ന് പറയുന്ന സാധനമുണ്ട്, പിന്നെ തക്കാളി 2 എണ്ണം ചെറുത്, ഒരു സവാള, 2 കരിവേപ്പില. മീൻകറി തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഒരു 4 ടേബിൾ സ്പൂൺ. നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം, അതിൻ്റെ കൂടെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പച്ചമുളക് നമ്മൾ ഇപ്പോൾ ഇടുന്നില്ല, പിന്നീട് ഇടുന്നുണ്ട്. 2 കരിവേപ്പില, നമ്മളൊരു ചെറിയ ഉള്ളി സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതൊരു കൊഴുപ്പിന് വേണ്ടിയിട്ടാണ് ഇടുന്നത്. നമ്മൾ മീഡിയം തക്കാളി 2 എണ്ണം അരിഞ്ഞ് വെച്ചിരുന്നു, അതുകൊണ്ട് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാൻ പോവാണ്. നമുക്ക് ആവശ്യത്തിനായ ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. പിന്നീട് വേണമെങ്കിൽ നമുക്ക് ഇടാവുന്നതാണ്. ഗ്രേവി ആയി കഴിഞ്ഞിട്ട് നമ്മൾ ഉപ്പ് നോക്കിയിട്ട് പിന്നെ നമ്മൾ ആവശ്യത്തിന് വേണമെങ്കിൽ കുറച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ഇത് മാറി കിട്ടണം. തക്കാളിയുടെ, സവാളയുടെ, വെളുത്തുള്ളിയുടെ, ഇഞ്ചിയുടെ എല്ലാം പച്ച മണം മാറി ഈ തക്കാളി ഒന്ന് ഉടഞ്ഞു വരും. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയൊക്കെ വരണ്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി സ്മെല്ലാണ്. നല്ല നാടൻ വെളിച്ചെണ്ണയിൽ നമ്മൾ വറുത്തത്. ഇനി നമുക്കിതിനായി വേണ്ട ഇൻഗ്രീഡിയൻസ്: 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ ഉലുവ, 1/4 ടേബിൾ സ്പൂണിൽ കുറച്ച് മഞ്ഞൾപ്പൊടി. ഇത്ര ഇട്ടിട്ട് നമുക്കൊന്ന് വരട്ടി പിന്നീട് വേണം ഈ വെള്ളം ഒഴിക്കാൻ. നമുക്കിതിനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്ത് നമ്മളിപ്പോൾ പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ മേടിച്ച പച്ചമുളകല്ല, നമ്മുടെ വീട്ടിലുണ്ടായതാണ്. ഇത് 2 കർണംപൊട്ടി, ഇത് കർണംപൊട്ടി നീലമുളക്, ഇത് പഴുത്തു പോയി. അത് ഒരു 4 കാന്താരി. ഇത്രയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇത് എണ്ണയിലിട്ട് മൂപ്പിച്ചാൽ നമുക്ക് ഇവിടെ നിന്ന് നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ഗ്രേവിക്കകത്തിലിട്ട് കൊടുത്ത് ഇത് തിളച്ചതിൻ്റെ ടേസ്റ്റ് അതാണ്. നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. നമ്മളെ ചെറിയ മത്തിയാണ്. നമ്മുടെ മത്തിക്കറി റെഡി ആയിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. ഇതിന് മത്തി നമ്മൾ ഗ്രേവിക്കകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 7 മിനിറ്റ് കൂടുതൽ വേവിക്കാൻ പാടില്ല. അധികം വേവിച്ച് കഴിഞ്ഞാൽ മത്തിയുടെ ടേസ്റ്റ് അങ്ങ് പോകും, ബന്ധങ്ങ് വല്ലാതായി പോകും. അപ്പോൾ നമുക്കിനി ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഓഫ് ചെയ്യും. നാടൻ വെളിച്ചെണ്ണയാണ്, നമ്മുടെ വീട്ടിലാട്ടിയ വെളിച്ചെണ്ണയത്. നമ്മൾ ഈ കുപ്പിക്കകത്ത് ഒഴിച്ച് വെച്ചെണ്ണേ ഉള്ളൂ. ചിക്കൻ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.